യുദ്ധം എന്തായി എന്ന് പലരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുണ്ടാകും. ഇറാൻ തീർന്നോ എന്ന് പലരും ചോദിക്കുന്നു. ഇറാൻ തീർന്നിട്ടില്ല എന്ന് മാത്രമല്ല, കുവൈറ്റിലെ എണ്ണപ്പാടങ്ങൾക്ക് നേരെ വീണ്ടും ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നു. കുവൈറ്റിലെ മിനി ഹമദി റിഫൈനറിയിൽ വീണ്ടും ഡ്രോൺ ആക്രമണം. തുടർച്ചയായ രണ്ടാം ദിവസമാണ് ഇവിടെ ആക്രമണം ഉണ്ടാകുന്നത്. ആക്രമണത്തെ തുടർന്ന് നിരവധി യൂണിറ്റുകളിൽ തീപിടുത്തമുണ്ടായി. പ്രാഥമിക വിലയിരുത്തൽ പ്രകാരം ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. റിഫൈനറിയിലെ ചില യൂണിറ്റുകൾ താൽക്കാലികമായി അടച്ചുപൂട്ടിയതായി അധികൃതർ പറയുന്നു. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇറാന്റെ പ്രകൃതിവാതക പാടങ്ങൾക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയതിന് തൊട്ട് പിന്നാലെ അതേ സ്ഥലത്തുള്ള ഖത്തറിന്റെ പാടങ്ങൾക്ക് നേരെ ഇറാൻ തലേദിവസം ഇന്നലെ ആക്രമണം നടത്തി. അതിന് പിന്നാലെ കുവൈത്തിലെ ഒരു റിഫൈനറിക്ക് നേരെ ആക്രമണം ഉണ്ടായി. ഇന്നു വീണ്ടും കുവൈത്തിലെ മറ്റൊരു റിഫൈനറിക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഇറാൻ കുറച്ചുകൂടെ ശക്തമായി തിരിച്ചടിക്കുന്നതിന്റെ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇറാൻ പൂർണ്ണമായും തീർന്നു എന്ന് വിചാരിക്കുന്നവർക്കൊരു മറുപടിയായി ഇറാന്റെ ഡ്രോണുകൾ ലക്ഷ്യം കാണുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വിവരം. എന്ന് മാത്രമല്ല, അമേരിക്കയുടെ വളരെ ആധുനികമായ ഒരു യുദ്ധവിമാനം, അത് US F-35 ഫൈറ്റർ വിമാനം ഇറാന്റെ വ്യോമാതിർത്തിയിൽ വെച്ച് അടിച്ചിട്ടിരിക്കുന്നു എന്നൊരു വാർത്തയും ഇന്നലെ പുറത്തു വന്നിരുന്നു. ചുരുക്കത്തിൽ ഇറാന്റെ തിരിച്ചടി ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഫലപ്രദമായി സംഭവിക്കുമെന്നാണ് മനസ്സിലാകുന്നത്. സലിം കോട്ടയിൽ ചേരുകയാണ് കുവൈറ്റിൽ നിന്ന്. സലിം, കുവൈത്തിലെ ആക്രമണത്തിന്റെ വിശദാംശങ്ങൾ. സലിം, ശബ്ദ തടസ്സമുണ്ട്, ഞാൻ തിരിച്ചു വരാം. പ്രധാനപ്പെട്ട വാർത്ത, കുവൈറ്റിൽ വീണ്ടും രണ്ടാം ദിവസവും ഇറാന്റെ ഡ്രോണുകൾ ലക്ഷ്യം കണ്ടിരിക്കുന്നു. എണ്ണ റിഫൈനറിക്ക് മേലാണ് ആക്രമണം. തീപിടുത്തമുണ്ടായെന്നും ചില യൂണിറ്റുകൾ അടച്ചിട്ടിരിക്കുന്നുവെന്നാണ് വിവരം. ആർക്കും ആളപായമില്ല എന്നും മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ രണ്ടാം ദിവസം മിസൈൽ വേധ ഉപകരണങ്ങളെല്ലാം തകർത്തുകൊണ്ട്, വിമാനവേധ മിസൈലുകളെ തകർത്തുകൊണ്ട് ഇറാന്റെ ഡ്രോണുകൾ ലക്ഷ്യം കണ്ടിരിക്കുന്നുള്ളത് ചെറിയ കാര്യമല്ല. 2 ദിവസമായി ഇറാൻ അവരുടെ ആക്രമണ ശേഷി കുറച്ചുകൂടി സജീവമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അമേരിക്കയുടെ US F-35 ഫൈറ്റർ വിമാനം ഇന്നലെ അടിച്ചിട്ടപ്പോൾ ലോകം ഞെട്ടി. കാരണം അമേരിക്കയുടെ ഈ വിമാനത്തിന്റെ നിർമ്മാതാക്കൾ പറയുന്നത് റഡാറുകൾക്ക് കാണാനേ ആവാത്ത മായാവിയായി ആക്രമിക്കുന്ന വിമാനം എന്നുള്ളതായിരുന്നു. അങ്ങനെ ഒരു ഫൈറ്റർ വിമാനമാണ് പൂർണ്ണമായും വ്യോമശക്തി തകർന്നുപോയ, ഏതാണ്ട് തിരിച്ചടിക്കുള്ള ശക്തി നശിച്ചുവെന്ന് അമേരിക്ക പറയുന്ന ഇറാൻ അവരുടെ മണ്ണിൽ വെച്ച് അടിച്ചിട്ടിരിക്കുന്നത്. 2 F-35 വിമാനങ്ങൾ ആക്രമിച്ചു ഇറാൻ എന്നാണ് ഇറാന്റെ അവകാശവാദം. എന്തായാലും ഒരെണ്ണം പോയി എന്ന് അമേരിക്കയും സമ്മതിക്കുന്നുണ്ട്. അമേരിക്ക ആ നഷ്ടം സമ്മതിക്കുന്നതിന് മുമ്പ് തന്നെ ഇറാൻ ഈ വിമാനം മിസൈലേറ്റ് താഴെ വീഴുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തുവിട്ടിരുന്നു. അങ്ങനെ അമേരിക്കയ്ക്ക് അത് സ്ഥിരീകരിക്കേണ്ടി വന്നു. ഇന്നിപ്പോൾ ഇതാ വീണ്ടും ഇറാന്റെ 53-ാമത്തെയോ 54-ാമത്തെയോ ആക്രമണ തരംഗമാണ് വരുന്നത്. ഓരോ ദിവസത്തെയും മിസൈൽ ആക്രമണത്തെ ഫസ്റ്റ് വേവ്, സെക്കൻഡ് വേവ് എന്ന രീതിയിലാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഇപ്പോൾ ഇത് 54-ാമത്തെയോ 53-ാമത്തെയോ തരംഗമാണ്. ഇപ്പോഴത്തെ ആക്രമണത്തിൽ കുവൈറ്റിലാണ് വലിയ കുഴപ്പങ്ങൾ ഉണ്ടായിരിക്കുന്നത്. സലിം ചേരുകയാണ്. സലിം കോട്ടയിൽ. സലിം, വിവരങ്ങൾ. ആക്രമണത്തിൽ ആളപായമില്ല എന്നുള്ളതാണ് വിവരം. കുവൈറ്റിലെ റിഫൈനറിയിലെ ആക്രമണത്തിൽ ആളപായമില്ല എന്നുള്ള ആശ്വാസകരമായ വാർത്തയും വരുന്നുണ്ട്. കുവൈറ്റിലെ മിനി ഹമദി റിഫൈനറിയിലാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. വിവരങ്ങളുമായി അവിടെ നിന്ന് സലിം കോട്ടയിൽ തുടരുകയാണ്. സലിം, പറയാം. കുവൈറ്റിലെ മിന അഹമ്മദി റിഫൈനറിയിൽ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് തീപിടുത്തം റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. തുടർച്ചയായ രണ്ടാം ദിവസമാണ് ഇവിടെ ഇത്തരം ആക്രമണം ഉണ്ടാകുന്നത്. പെരുന്നാൾ നമസ്കാര സമയത്തും സലിം, മടങ്ങി വരാം. ശബ്ദ തടസ്സമുണ്ട്. അതേസമയം ഇറാനിലേക്ക് 4000-ഓളം US മറൈനുകൾ എത്തുന്നു എന്ന ഒരു വലിയ വാർത്തയും വരുന്നുണ്ട്. ഇറാനിലേക്ക് 4000-ഓളം US മറൈനുകൾ എത്തുന്നു എന്ന പുതിയ വാർത്ത കൂടി വരുന്നു. ഇറാനിലേക്ക് അമേരിക്കയുടെ തിരിച്ചടി എന്നുള്ളതാണ്. വലിയ പടക്കപ്പലുകളിൽ മറൈനുകളുമായി ഒരാഴ്ച മുമ്പ് അമേരിക്കൻ സൈന്യം പുറപ്പെട്ടു, പടക്കപ്പൽ എന്ന വാർത്ത വന്നിരുന്നു. അത് വീണ്ടും സ്ഥിരീകരിക്കപ്പെടുകയാണ്. ഇറാനിലേക്ക് 4000-ഓളം US മറൈനുകൾ എത്തുന്നു എന്ന വാർത്ത വരുന്നു. ഈ ആഴ്ചയിൽ ഹോർമൂസിലേക്ക് എത്തും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഹോർമൂസിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത് കളയും മറൈനുകൾ എന്നാണ് ഒരു വാർത്ത. മറ്റൊരു പ്രധാനപ്പെട്ട വിവരം, അങ്ങനെയല്ല,
ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ സമ്പുഷ്ടീകരണ കേന്ദ്രമായ ഒരു ദ്വീപുണ്ട്. 90% ഇറാന്റെ കയറ്റുമതിയും ഈ ദ്വീപിലാണ് നടക്കുന്നത്. ആ ദ്വീപ് പിടിച്ചെടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം എന്നും പറയുന്നുണ്ട്. ഹോർമൂസിനെ വിമോചിപ്പിക്കാനുള്ള മറ്റൊരു തന്ത്രവും നടക്കുന്നതായി നമുക്ക് വിവരമുണ്ട്. അതിൻ്റെ ഭാഗമായാണോ ഇപ്പോൾ മറീനുകൾ എത്തുന്നത് എന്നതും അറിയേണ്ടതുണ്ട്. അഫ്താബ് റഹ്മാൻ ചേരുകയാണ് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി. അഫ്താബ്, മറീനുകൾ വരുന്നു, കരയുദ്ധമാണോ? കാത്തിരുന്ന, അമേരിക്ക ചെയ്യാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞിരുന്ന കരയുദ്ധത്തിലേക്കാണോ നമ്മൾ നീങ്ങുന്നത്? അങ്ങനെയാണെങ്കിൽ എന്താണ് ലക്ഷ്യം? ജിമ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇറാനോട് ചേർന്ന് തന്നെ ഒരു ചെറിയ ദ്വീപുണ്ട്. ആ ദ്വീപിലേക്കാണ് ഈ മറൈനുകൾ നിലവിൽ അത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എത്തുന്നത് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. ഇതിൽ തന്നെ ഈ മറൈനുകൾ അവരുടെ എണ്ണം സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ US പുറത്തുവിട്ടിട്ടില്ല. അത് തങ്ങളുടെ യുദ്ധരഹസ്യമാണ് എന്നുള്ളതാണ് ട്രംപ് ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ വിശദീകരിച്ചിരുന്നത്. ഏതായാലും വരുന്ന ആഴ്ചയിൽ അല്ലെങ്കിൽ പരമാവധി പോയാൽ 10 ദിവസത്തിനകം അവർ ഹോർമൂസിലേക്ക് എത്തും എന്നുള്ളതാണ് US കേന്ദ്രങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് വിവിധ മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. അതോടുകൂടി ഹോർമൂസിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് കരുതുന്നത്. പക്ഷെ ഇത് എത്രമാത്രം പ്രായോഗികമാണ് എന്നുള്ള ഒരു പ്രശ്നം ഇപ്പോഴും ഈ മേഖലയെ നന്നായി അറിയാവുന്ന വിദഗ്ധർ തന്നെ US-ന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് ഇങ്ങനൊരു ദ്വീപ് ഏറ്റെടുത്തിൽ പോലും ഇതിനോട് ചേർന്നുകൊണ്ട് നിൽക്കുന്നത് 4000 അടി വരെ ഉയരമുള്ള മലനിരകളാണ്. അവിടെ നിന്ന് പോലും ഇറാന് ഈ മേഖലയിലേക്ക് ലക്ഷ്യം വെക്കാനാകുമെന്ന് മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഈ മേഖല കൂടുതൽ സങ്കീർണമാകുന്ന സ്ഥിതിവിശേഷമുണ്ട്. കാരണം ഈ വാർത്തയോടൊപ്പം പുറത്തു വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിവരം ഈ മേഖലയിലേക്ക് കൂടുതൽ US-ന്റെയും ഒപ്പം തന്നെ ഗൾഫ് രാജ്യങ്ങളുടെയും നിരീക്ഷണ വിമാനങ്ങളും അതോടൊപ്പം തന്നെ ഡ്രോണുകളെ തടുക്കാനാകുന്ന ഹെലികോപ്റ്ററുകളും ഈ മേഖലയിലേക്ക് നിയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഒരേ സമയം ആകാശത്ത് നിന്നും ഭൂമിയിൽ നിന്നും ഈ പ്രതിരോധം തീർക്കുക എന്നുള്ളതാണ് US ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. പ്രത്യേകിച്ച് ഗൾഫ് മേഖലയിലേക്ക് കഴിഞ്ഞ 2-3 ദിനങ്ങളിലായി വലിയ തോതിലുള്ള ആക്രമണങ്ങൾ, അതും എണ്ണ സംഭരണ കേന്ദ്രങ്ങൾ, റിഫൈനറികൾ, അതോടൊപ്പം തന്നെ കയറ്റുമതി ടെർമിനലുകൾ ഇവ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ സജീവമാണ്. അതുകൊണ്ട് തന്നെ അവിടേക്ക് പരമാവധി പ്രതിരോധം തീർക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ശ്രമിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ ഇതിലുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ആകെ 3 കിലോമീറ്റർ വീതിയാണ് ഈ കപ്പൽ ചാലിനുള്ളത്. അതുകൊണ്ട് തന്നെ അതിനിടയിലൂടെ ഇത്രയധികം സമ്മർദ്ദങ്ങൾ മറികടന്നുകൊണ്ട് എത്രമാത്രം കപ്പലുകൾ കടന്നു പോകും എന്നുള്ളൊരു പ്രശ്നം കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് US-ന്റെ ഈ ഉദ്യമം ഏത് തരത്തിലായിരിക്കും എന്നുള്ളതാണ് എല്ലാവരും ഇനി ഉറ്റുനോക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇതോടൊപ്പം തന്നെ ഇത് വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിവരം, ഗൾഫ് രാജ്യങ്ങൾക്ക് മേലുള്ള ഈ ആക്രമണത്തിന് പിന്നാലെ അവരുടെ പ്രതിരോധ ശേഷി കുറയുന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ ഏതാണ്ട് $23.5 ബില്യൺ ആയുധ കരാർ ഇപ്പോൾ അതിവേഗത്തിൽ നടപ്പാക്കുവാൻ വേണ്ടി US തീരുമാനിച്ചിട്ടുണ്ട്. അത് US കോൺഗ്രസ് വഴി അതിലൂടെ ഫാസ്റ്റ് ട്രാക്കിലൂടെ അനുവദിക്കുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ശരി അഫ്താബ് റഹ്മാൻ, ഇറാനിൽ യുദ്ധം അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക്, വളരെ നിർണായക ഘട്ടത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. US മറീനുകൾ എത്തുന്നു, കൂടുതൽ ആയുധങ്ങളും മറ്റും എത്തുന്നു. അമേരിക്ക വളരെ വലിയ നീക്കങ്ങളിലേക്ക് കടക്കുകയാണ്. ഹോർമൂസ് കടലെടുക്ക് മോചിപ്പിക്കാനായുള്ള അവസാന യുദ്ധത്തിലേക്ക് ഞങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ് ചില ട്വിറ്റർ ഹാൻഡിലുകൾ, അമേരിക്കൻ അനുകൂല, ഇസ്രായേൽ അനുകൂല ട്വിറ്റർ ഹാൻഡിലുകൾ നടക്കുന്നത്. അടുത്ത 24-48 മണിക്കൂറിൽ ഇറാനിലെ ഹോർമൂസ് കടലെടുക്കിൽ എന്തും സംഭവിക്കാം. അന്തിമ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് പോലും വിവരങ്ങൾ.